ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളിന് ശേഷം ഞാൻ ഒരു ഐറ്റം ഇന്ന് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ കുറേ നാളിന് മുന്നേ ഇത് വാങ്ങി വെച്ചിരിക്കുമായിരുന്നു. ഇനി അത് എടുത്തില്ലെങ്കിൽ ഉമ്മ എന്നെ വഴക്ക് പറയും ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ആ ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സംഭവമൊന്നുമില്ല, നമ്മളെ പാസ്ത ഉണ്ടല്ലോ, മക്രോണി പാസ്ത കേട്ടിട്ടില്ലേ, ആ ഐറ്റം. അപ്പോൾ അത് വെച്ചിട്ട് ഇന്നൊരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൺഡേ ഒരു ഈവനിങ് ഒരു കുക്ക് ചെയ്യാനൊരു മൂഡും പിന്നെ ഒരു വീഡിയോയും കൂടെ എടുക്കണ്ടേ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഗൈസ് ഇന്ന് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു സംഭവം. ഇത് പാസ്തയാണോ മക്രോണി എന്ന് എനിക്കൊന്ന് പറഞ്ഞുകൂടെ ഗൈസ്. പിന്നെ ഞാൻ കുറേ നാളിന് മുന്നേ ഈ ഒരു വൈറ്റ് സോസ് പാസ്ത നമ്മളെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ റെസിപ്പിയൊക്കെ ഞാൻ മറന്നുപോയി. പിന്നെ നമ്മൾ ഷമ്മീസ് കിച്ചനൊക്കെ എടുത്ത് നമ്മൾ റെസിപ്പിയൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ വെച്ച് ചെയ്യുവാണ് ഗൈസ്. അപ്പോൾ പിന്നെ കുറേ വെജിറ്റബിൾസിനെ കുറവുണ്ട് കേട്ടോ. വെജിറ്റബിൾസും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇത് ഞാനിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സംഭവങ്ങൾ വെച്ച് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചതെന്ന് വെച്ചാൽ നമ്മളിത് തിളച്ച് വരുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ പാസ്ത ഇടുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഇത് കുക്കായി വരുന്ന ടൈമിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കും. മീൻ ഒട്ടിപ്പിടിക്കും ഗൈസ്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പാവേൻ്റെ സനിക്കൂട്ട എനിക്ക് വേണ്ടി കുറച്ച് വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് തരാൻ വേണ്ടി അരിഞ്ഞു തരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അതൊക്കെ ചെയ്ത് ഭയങ്കര രസമാണ് കേസ്. കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ആരെങ്കിലും അടുത്ത് വന്ന് നമുക്കൊന്ന് ചെയ്തു തരട്ടെ, എന്നാലും നമുക്കിങ്ങനെ ഒരു കുറച്ച് സംസാരിക്കുന്നതൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, നമുക്ക് ബട്ടർ വേണം കേട്ടോ. സോൾട്ടഡോ അൺസോൾട്ടഡോ ബട്ടർ എടുക്കാം. എന്നാലും ബട്ടർ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഇതിനകത്തൊരു ഇത് തരുന്നുണ്ടെന്ന കാര്യം എനിക്ക് ഉറപ്പാണ് ഗൈസ്. പക്ഷേ ടേസ്റ്റ് കൂടും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ വേറൊരു കാര്യം, നോട്ട് ദ പോയിൻറ്റ് എടുത്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ബട്ടർ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ എങ്ങോട്ടും പോവില്ല കേട്ടോ. ഞാനാണെങ്കിൽ ഈ ബട്ടർ മെൽറ്റ് ചെയ്യാൻ വെപ്പിച്ച് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഞാനങ്ങ് പോയി ഗൈസ്. വന്നപ്പോഴത്തേക്കും ബട്ടർ കരിഞ്ഞ് പിന്നെ പെട്ടെന്ന് നമ്മൾ വെളുത്തുള്ളി കുന അരിഞ്ഞ് വെച്ചിരുന്ന വെളുത്തുള്ളിയൊക്കെ ഇട്ട് നമ്മൾ നൈസായിട്ട് ഭയങ്കര പ്രോ കുക്കിനൊക്കെ പോലെ ഇങ്ങനെ ചെയ്യുവാണ്. പക്ഷേ കാര്യമൊന്നുമില്ല, കരിഞ്ഞതിൻ്റെ ഒരു വിഷമം എൻ്റെ കയ്യിലുണ്ട് ഗൈസ്. എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ബട്ടർ ആയതുകൊണ്ട് വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും വന്നില്ലെന്നായിരുന്നു എൻ്റെ നിഗമനം. വലിയ ടേസ്റ്റിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ മൈൻഡൊക്കെ ഭയങ്കര കൂളാവും കേട്ടോ. എൻ്റെ കാര്യം പറയുവാണ്, മീൻസ് നമ്മൾ ഭയങ്കര വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ടൈമിൽ നമ്മൾ വല്ല ഫുഡ് കഴിക്കുമ്പോഴോ നമ്മൾ ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര രസമാവും കേട്ടോ മൈൻഡ്. എനിക്കങ്ങനെയാണ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ പാസ്ത താണ്ട് നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. കുക്കായി വരുമ്പോൾ തന്നെ അത്യാവശ്യം ഇതങ്ങ് വലുതാവും ഗൈസ്. ഇത് കുറച്ച് ഇങ്ങനെ വലിപ്പമാവും, മനസ്സിലാവും. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഗൈസ്. ഞാൻ ചെയ്ത മണ്ടത്തരം എന്ന് വെച്ചാൽ ആ പാസ്തയിൽ ഉപ്പിടാത്തൊരു വലിയ പ്രശ്നമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇട്ട ആ സവോളയും കൂടെ നമ്മൾ നല്ല കുനുകുന അരിഞ്ഞില്ലേ, അതും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒത്തിരി സ്പൈസസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. കാരണം വൈറ്റ് സോസ് പാസ്ത ആയതുകൊണ്ട് തന്നെ വൈറ്റ് കളറാണല്ലോ മെയിനായിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ വേറെ സ്പൈസസോ മുളക് പൊടിയോ ഒന്നും ഇട്ട് കൊടുക്കരുത്. ഓക്കെ, അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ എരി ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുരുമുളക് പൊടി ഇടാം. ഇതിപ്പോൾ ഞാൻ ചെയ്തു വന്നപ്പോഴത്തേക്കും കുറച്ച് ഡ്രൈ ആയിപ്പോയി കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടെ ബട്ടർ പീസാക്കി ഇട്ട് കൊടുത്തത്. എത്രത്തോളം ബട്ടർ ഇടുന്നോ അത്രത്തോളം നല്ലതാണ് ഗൈസ് കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത്യാവശ്യം ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുന്ന ആ ഒരു ടൈം നോക്കി വേണം നമ്മൾ സ്പൈസസ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ഇങ്ങനെ കട്ട പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും കേസ്. അപ്പോൾ അത് വേണ്ട, നമുക്ക് എല്ലാവർക്കും കിട്ടണമല്ലോ, അങ്ങനെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുവാണ്. അത്യാവശ്യം കുക്ക് ആവണമല്ലോ. ഇതൊക്കെ നമ്മൾ ഹെൽത്തിനൊന്നും അത്ര നല്ലതല്ല, എന്നാലും നമ്മൾ കുറച്ച് കുക്ക് ചെയ്ത് കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു ചെയ്തത്. പിന്നെ നമ്മളത് സ്റ്റെയിൻ ചെയ്തെടുക്കണം കേട്ടോ. അത്യാവശ്യം നമുക്ക് ഇതിങ്ങനെ വെച്ച് സ്റ്റെയിൻ ചെയ്യുമ്പോൾ തന്നെ ഒട്ടിപ്പിടിക്കും. പക്ഷേ ആ കോക്കനട്ട് ഓയിൽ ഒഴിച്ചില്ലായിരുന്നെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കും. പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കോക്കനട്ട് ഓയിൽ വെച്ച് നല്ലതുപോലെ ഒഴിച്ചത്. ഇതാകുമ്പോൾ ഭയങ്കര കിണുകിണ ഇരിക്കും. ഓക്കെ, അതിനുശേഷം ഞാൻ പറഞ്ഞ ഐറ്റംസ് നമ്മൾ കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ ഈ ചില്ലി ഉണ്ടല്ലോ, നമ്മൾ നോർമൽ ഉണങ്ങിയ മുളക്, അത് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അതാണ് ക്രഷ്ഡ് ചില്ലി എന്ന് പറയുന്ന ഈ ഒരു റെഡ് സാധനം. അത് വിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. കാരണം ഉപ്പിൻ്റെ കുറവ് എവിടെ ഉണ്ട്, പാസ്ത നമ്മൾ കുക്ക് ചെയ്തപ്പോൾ ഉപ്പിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പാസ്തയിൽ ഉപ്പ് കാണത്തില്ല ഗൈസ്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് നന്നായിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ ഒരു പോർഷനത്തെ വയ്ക്കുമ്പോഴത്തേക്കും ഇത് മതി. ഇനി കൂടുതലായാൽ ഇത് ഓവറായി പോകും. അതുകൊണ്ട് നമ്മളത് മാറ്റി വയ്ക്കണം. പിന്നെ അതുകൊണ്ട് വീണ്ടും നമ്മൾ ബട്ടർ വിട്ട ഒരു കളിയില്ല കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഞാൻ ബട്ടർ വെച്ചിട്ട് പോയില്ല ഗൈസ്. ഈ ഒരു ടൈമിൽ ഞാൻ ബട്ടർ നന്നായിട്ട് ഫ്ലെയിം കുറച്ചിട്ട്, കാരണം മുമ്പേ ഫ്ലെയിം കൂട്ടിയിട്ടപ്പം കുറച്ച് വിഷയമായിരുന്നു.
അതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ട് പിന്നെ അതുപോലെ നമ്മളിനി വൈറ്റ് സോസ് പാസ്തയ്ക്കുള്ള സാധനമാണ് സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൈദയാണ്. ഒരു 2-3 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പാലാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. മീൻസ് ഇങ്ങനെ ഇളക്കി നമ്മൾ ഇങ്ങനെ വൈറ്റ് ആക്കലോ. ഈ പാൽ ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല ലോ ഫ്ലെയിമിട്ട് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടായി പോകും. ഇപ്പോൾ തന്നെ പാൽ കുറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും പാൽ ഒഴിച്ചെടുക്കണം. ഇപ്പോൾ ഈ ഒരു ട്രിപ്പ് ഞാൻ 2-3 ട്രിപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബിക്കോസ് ഞാനിത് ഇങ്ങനെ ഇളക്കി വരുമ്പോഴത്തേക്കും വീണ്ടും ഇത് ഡ്രൈ ആവും ഗൈസ്. അങ്ങനെ വീണ്ടും പാലൊഴിച്ചു. പക്ഷേ ഇത് ഉണ്ടാക്കി വന്നപ്പോൾ ഫുൾ ഡ്രൈ ആയിരുന്നു. അപ്പോൾ എത്രത്തോളം പാലൊഴിച്ച് കൊടുക്കുന്നു അപ്പോൾ അത്രത്തോളം മീൻസ് നമുക്ക് നന്ന സോഫ്റ്റായിട്ട് നല്ലൊരു ജ്യൂസി ആയിട്ട് കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ലതുപോലെ പാലൊഴിച്ച് കൊടുക്കണം കേട്ടോ. പാൽ മീൻസ് നമ്മൾ കവറുണ്ടല്ലോ, മിൽമ കവർ, അത് ആ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇങ്ങനെയൊക്കെയല്ലേ കേസ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം. കാരണം വലിയ കുരുമുളക് നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുത്തില്ല. അപ്പോൾ കുറച്ച് എരിയൊക്കെ വേണമെങ്കിൽ ക്രഷ്ഡ് ചില്ലി വേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതും ഇട്ട് കൊടുത്ത് വീണ്ടും ഞാൻ ഉപ്പിൻ്റെ കുറവ് മൂലം കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തു ഗൈസ്. കാരണം ഉപ്പ് ഇല്ലെങ്കിൽ ടേസ്റ്റ് കുറയും എന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ കുറച്ചും കൂടെ കുരുമുളക് ഇട്ട് കൊടുത്തു. അപ്പോൾ അതാണ്ട് ഈ ഒരു പോർഷൻ എത്തുമ്പോഴത്തേക്കും നമ്മൾ റിയലൈസ് ചെയ്യും ഇത്രയും മതി. കാരണം ഇനിയും നമ്മളിങ്ങനെ ഫ്ലെയിം ഇട്ടാൽ വീണ്ടും അത് ഡ്രൈ ആയി പോകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മുടെ പാസ്ത കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് ഭയങ്കര കിണിങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഓയിൽ ഒഴിച്ച് കൊടുത്തതിൻ്റെ ആ ഒരു ഇത് കൊണ്ടാട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ വെച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഗൈസ്. മിക്സ് ചെയ്ത് കൊടുത്താൽ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ, കാരണം പാത്രം കുഞ്ഞതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടാസ്ക്കായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ വന്ന് എവിടുന്നോ പോയിട്ടൊക്കെ വന്നതാണ് ഗൈസ്. എവിടുന്നോ കറിവേപ്പിലൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ അതൊക്കെ അവിടെ സൈഡിൽ വെച്ചിരിക്കുന്നു. അതൊക്കെ പോട്ടെ. പിന്നെ അത് കഴിഞ്ഞ് ഇത് റെഡിയായതിനു ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കേട്ടോ. കാരണം ഇനി അതിനകത്തിരുന്ന് ഒട്ടിപ്പിടിക്കണ്ടെന്നൊക്കെ വിചാരിച്ചാണ് ഞാനത് ചെയ്തത്. കുറച്ചും കൂടെ ഭംഗിക്കൊക്കെ ഇരിക്കട്ടെ ഒരു പ്ലേറ്റിലൊക്കെ ഇട്ട്, നമ്മുടെ ഒരു സന്തോഷമല്ലേ. അങ്ങനെ അതും ചെയ്ത് വെച്ചു. പക്ഷേ കഴിച്ചൊക്കെ നോക്കി കഴിച്ച് ഞാൻ തന്നെ ഫസ്റ്റ് കഴിച്ച് നോക്കി കേട്ടോ. എന്നാലല്ലേ ആ ഒരു എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ചൂടായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ കുറച്ച് ഊതി ഒക്കെ കഴിച്ച് നോക്കി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കൊച്ചിന് കൊണ്ട് കൊടുക്കാം. കാരണം അവന് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞേരം ഹെൽപ്പ് ചെയ്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് കൊട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്, നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഇങ്ങനെ സ്വന്തമായിട്ട് നമ്മളത് സെർവ് ചെയ്ത് അവർക്ക് കൊണ്ട് കൊടുത്ത്, അപ്പോൾ അവർ സത്യം പറയുന്ന മീൻസ് സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും നമ്മളെന്തായാലും ഫസ്റ്റ് കഴിച്ചു നോക്കിയിട്ടല്ലേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്കറിയാമല്ലോ അതെ ഇതിൻ്റെ ടേസ്റ്റ് എവിടം വരെയാണ്, ഹൈപ്പ് ഉണ്ടോ ഇല്ലെങ്കിൽ ഹൈപ്പ് കുറവാണോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് ഇങ്ങനെ നമ്മളുണ്ടാക്കിയ ഐറ്റംസ് ആർക്കെങ്കിലും കൊണ്ട് കൊടുത്തിട്ട് അവർക്ക് അത് കൊള്ളാം അടിപൊളി എന്ന് പറയുന്നതും മീൻസ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യും കേട്ടോ. നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമല്ലോ അല്ലേ. മീൻസ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാലും അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കുമല്ലോ കൊള്ളത്തില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ അവന് കൊണ്ട് കൊടുത്തു. അപ്പം അവനും അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇഷ്ടപ്പെട്ടുമല്ല, അവനും ഇഷ്ടപ്പെട്ടു. അവൻ എന്ത് കൊടുത്താലും പിന്നെ ഇഷ്ടപ്പെടും ഗൈസ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാനും തോന്നും അല്ലേ. എപ്പോഴും നെഗറ്റീവ് പറയുന്നവർക്ക് നമ്മൾ അത്ര അങ്ങോട്ട് ഇതാക്കത്തില്ലല്ലോ. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് പറയുന്നവർക്കായിരിക്കുമല്ലോ നമുക്ക് കൂടുതൽ ഇത്. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഉമ്മായും വന്ന് ഉമ്മാക്കും കൊടുത്തു. അപ്പം ഉമ്മയുടെ കറക്റ്റ് റിവ്യൂ കേട്ടോ. ഉമ്മ കറക്റ്റായിട്ടെല്ലാം പറഞ്ഞു തരുവേ. അപ്പം ഉമ്മ ഫസ്റ്റ് ഓക്കെ പറഞ്ഞിട്ട് പോയി. ഇനി നിങ്ങൾ കേൾക്കണേ, ഇനി പറയുന്നത് എന്തോന്ന്. കുറച്ചും കൂടെ ലൂസ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ഉമ്മ പറഞ്ഞ കുറച്ചും കൂടെ ജ്യൂസി ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെന്നാണ്. അതായത് കുറച്ചും കൂടെ പാലൊക്കെ ഒഴിച്ച് സെറ്റപ്പ് ആക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.